ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റവ അല്ലെങ്കിൽ സൂചി വെച്ചിട്ടുള്ള പപ്പടം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി 1 മണിക്കൂറിനകം നമുക്കത് കഴിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കുന്നു. 1 കപ്പ് റവ എടുത്തു. അതിനകത്തേക്ക് പാകത്തിന് ഉപ്പിടണം. ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടു. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചോണ്ട് വരാം. മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളമുണ്ട്. ആദ്യം 1/4 കപ്പ് ഒഴിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഉണ്ടോ? ഇതിങ്ങനെ ഇരിക്കണം. അങ്ങോട്ട് ഉടനെ ഒട്ടരുത്. അതായിരിക്കണം ഇതിൻ്റെ പരുവം. ഇനി ഇത് നമുക്കൊരു തട്ടത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതുമാതിരിയുള്ള തട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് പരത്തി നമുക്ക് വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടെ ഒഴിക്കണം. ഇരിക്കും തോറും ചിലപ്പം കുറച്ചൊന്ന് കുറുകും. തീരെ തിന്നായിട്ട് വേണം നമ്മൾ പൊഴിക്കാൻ. അതേമാതിരി തിന്നായിട്ടൊഴിച്ച് ഇഡലി തട്ടിലേക്ക് വെക്കുക. ഇതേമാതിരി ഇഡലി പാത്രം അടുപ്പേ വെച്ച് ഈ തട്ടും വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിങ്ങനെ വെക്കണം. എന്നിട്ട് അടയ്ക്കണം. 1/2 കപ്പ് എന്നുള്ളത് ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. നമ്മളത് ഒഴിച്ചു എല്ലാത്തിലും തട്ടത്തിൽ നിരത്തി അത് കഴിഞ്ഞ് അടുപ്പയിലേക്ക് വെച്ച് അടയ്ക്കുക. ഒരു 10 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പം ഇതാകും. അന്നേരം നമുക്ക് എടുക്കാം. നമുക്ക് നോക്കാം. ഇതെല്ലാം കണ്ടോ? നല്ല നൈലോൺ കളറായി. അപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്താം. എന്നിട്ട് ഇതെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ടിത് എടുക്കണം. എന്നിട്ട് നമുക്കൊരു തുണിയെ വെച്ചിട്ട് ഉണങ്ങണം. ഇനി ഇതൊരു തുണിയിലോട്ട് നിരത്തി വെയിലത്ത് വെച്ച് ഉണങ്ങണം. അങ്ങനെ എല്ലാം എടുക്കാം. രണ്ടാമത് നമ്മളെല്ലാം എടുത്ത് അടുപ്പേ വെച്ചു.
ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഇടവിട്ടെല്ലാം നിറച്ച് വെക്കാം. നിറച്ച് തട്ടമുണ്ട്, നിറച്ചും വെക്കാം. ഇങ്ങനെ നമ്മളെല്ലാം എടുത്ത് വെയിലത്ത് വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. എന്തോ മോനും അച്ഛനും ഒക്കെ ഞാൻ ചോറ് വെക്കാൻ പോകുന്നുണ്ട്. നമ്മളുടെ റവ പപ്പടം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേമാതിരി നമ്മളൊരു തുണിയിൽ എല്ലാം വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഒരു 1 അവർ കഴിയുമ്പം ഇത് ഉണങ്ങി കിട്ടും. 1 മണിക്കൂർ കഴിഞ്ഞു, ഇതെല്ലാം ഉണങ്ങി. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അടുപ്പയിലേക്ക് പാത്രം വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ മൂക്കട്ടെ. നമുക്കിതെല്ലാം വറുത്ത് കോരിയെടുക്കാം. എണ്ണ മൂത്തു, ഇനി നമുക്കിതെല്ലാം വറക്കാം. നമ്മളുടെ റവ പപ്പടം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.